ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ രാത്രി 1 മണിക്ക് എഴുന്നേറ്റിട്ട് ഞാൻ എന്നോട് പറയാണ് ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നു. അപ്പം നീ എന്നോട് ചോദിക്കുകയാണ് അങ്ങനെ എത്ര കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സൂര്യോദിച്ച സമയം ഞാൻ നോട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ 1 മണിയല്ലേ, അപ്പോൾ 5 മണിക്കൂർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇന്നലൊക്കെ 6 മണിക്കാണ് സൂര്യൻ ഉദിച്ചത്, സ്വാഭാവികമായിട്ടും ഇന്നും 6 മണിക്ക് തന്നെ ഉദിക്കും. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ കണ്ണ് കാണാത്ത ഒരാളാണെന്ന് സങ്കല്പിക്കുക. കണ്ണ് കാണൂല, എനിക്ക് സമയം നോക്കാനുള്ള ഒരു സിസ്റ്റവും സംവിധാനവും ഇല്ല. അപ്പോഴും ഞാൻ ഇതന്നെ പറയാണ് ഒരു 5 മണിക്കൂർ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അപ്പം നീ എന്നോട് ചോദിക്കുക അങ്ങനെ നിങ്ങൾ ഇത്ര കൃത്യമായിട്ട് പറയാം അല്ലേ? ഞാൻ പറഞ്ഞു എനിക്ക് വളരെ വിശ്വസ്തനായ ഒരാൾ എന്നോട് ഇപ്പോൾ പറഞ്ഞതാണ്. ഈ 2 സാഹചര്യത്തിലും ഉത്തരം കറക്റ്റായിരിക്കും. ചിലപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ സൂര്യൻ ഉദിക്കും. അതേസമയം ഇവിടെ ആദ്യം പറഞ്ഞ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അയാളുടെ ബോധ്യം കൂടുതലാണ്. കാരണം സാഹചര്യവും സംവിധാനമൊക്കെ പ്രയോജനപ്പെടുത്തി കൃത്യമായിട്ട് അയാൾ കാര്യം മനസ്സിലാക്കിയിട്ടാണ് പറയുന്നത്. മറ്റേ ആൾ അയാൾക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞതിന് വിശ്വാസത്തിലെടുത്തു. ഈമാൻ്റെ കാര്യം ഇങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. ഒരായത്തിലുണ്ട് വമിനന്നാസിമായി അബ്ദുല്ലാഹ അല ഹർഫിൻ, വക്കത്ത് നിന്നിട്ട് ആരാധിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഒരു ഈമാനൊരു വൃത്താന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ കേന്ദ്രത്തിലേക്കൊന്നും വരാതെ വക്കത്ത് ഇങ്ങനെ നിൽക്കുക. എന്നിട്ടോ ഫൈൻ അസ്വാബുഹു ഖൈറുൻ ഇത്മാൻ നബി, എന്തെങ്കിലും ഗുണം കിട്ടിയാൽ സന്തോഷം, ഹാപ്പിയായി. നേരെ മറിച്ച് എന്തെങ്കിലും ഫിത്തനയാണെന്നുണ്ടെങ്കിലോ ഗലബാലാവചി, ഓൻ പുറംതിരിഞ്ഞ് ഓടും. ഓൻ ഈമാൻ എന്നൊക്കെ വിട്ടുപോകും. ചെറിയൊരു ഫിത്തന ഉണ്ടായാൽ മതി, എന്തെങ്കിലും ഒരു പരീക്ഷണം ഒരു വിഷമം ഉണ്ടായാൽ ഓൻ വിട്ടുപോകും. അവനെപ്പറ്റി ഖുർആൻ പറഞ്ഞത് ഹസിറ ദുനിയാവല്ല ആഖിറ എന്നാണ്. അവൻ്റെ ദുനിയാവും ആഖിറവും പോയി. ഇതിനേക്കാളും വലിയ പരാജയം എന്താ ഉള്ളത്? ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അവന് ഈമാനുണ്ട്, പക്ഷേ അവന് സ്വയം ബോധ്യപ്പെടുന്ന വിധത്തിൽ അതിനെ പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈമാൻ എന്ന് പറയുന്ന കാര്യം ശരിയായ വിധത്തിൽ നമ്മുടെ ലൈഫിൽ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ കുലുങ്ങാതിരിക്കണമെങ്കിൽ അതിൻ്റെ അസ്ഥിവാരങ്ങൾ ഉറപ്പിച്ച് നാം പഠിച്ചു വെക്കണം. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്.